ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. നമുക്കിന്നൊരു ട്രിപ്പ് പോയാലോ? നമ്മൾ ഇന്ന് പോകാൻ പോണത് ഒരു ബീച്ചിലോട്ടാണ്. ഇവിടെ അടുത്തുള്ള ഒരു ബീച്ചാണ്, ഉറാൻ ബീച്ച് എന്ന് പറയും. സോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ബീച്ചസിലേക്കൊന്നും അങ്ങനെ അധികം പോയിട്ടില്ല. സോ അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായി നമുക്കൊരു സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബീച്ചിലേക്ക് പോയാലോ എന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് റെഡി ആയതാണ്. സോ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ആയിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഡ്രസ്സ് ഇടുന്നു, മുടി ഒന്ന് ബാക്കിൽ പോണിറ്റെയിൽ പോലെ കെട്ടുന്നു, ആൻഡ് ലിപ്സ്റ്റിക്ക് ഇടുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. കൂടുതൽ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യണില്ല. അതുകൊണ്ട് റെഡി ആവുന്നതിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ റെഡി ആയതിന് ശേഷം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതിന് ശേഷം അപ്പോൾ വണ്ടി എടുത്ത് താഴേന്ന് ഇറങ്ങുകയാണ്, നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴേന്ന്. സോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സൺഡേ അല്ല കേട്ടോ, ഞാൻ നിങ്ങളോട് സൺഡേ എന്നല്ലേ പറഞ്ഞത്. സൺഡേ അല്ല, നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്നാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ ചിലപ്പം ചെറുതായിട്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഫ്ലാഗ് കാണാം. റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ, ഫ്ലാറ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്ലാഗ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യാണ് ബൈക്കിൽ. അവിടേക്ക് ഒരു ഹാഫ് ആൻ അവർ എടുക്കും ബൈക്കിൽ. അത്യാവശ്യം കുറച്ച് സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ ഹാഫ് ആൻ അവർ മതിയാവും. ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1 hour എടുക്കും. നമ്മൾ നവി മുംബൈ ഉൽവേ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പോണത്. അപ്പം നമ്മൾ ഇവിടുന്ന് ബൈക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഹാഫ് ആൻ അവർ മതി അവിടെ എത്താനായിട്ട്. കൂടിപ്പോയാൽ 3/4 മണിക്കൂർ അത്രേ ഉണ്ടാവുള്ളൂ. സോ അവിടേക്ക് പോകുന്ന ടൈമിൽ വഴികളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്, നല്ല രസമാണ്. ത്രൂ ഔട്ട് ദി ജേണി, റോഡിലൂടെയുള്ള ജേണി എന്ന് പറയുന്നത്. ബിക്കോസ് അധികം അങ്ങനെ ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോൻ്റെ അകത്ത്, കുറച്ച് ഹൈജീനിക് അല്ല ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മളിപ്പോൾ ഉറാൻ ബീച്ചിലേക്ക് പോണ ജേണി, ലൈക്ക് ഈ റോഡ്, അത് കുറച്ച് ഹൈജീനിക്കാണ്. അധികം അങ്ങനെ പൊടികളോ മാലിന്യങ്ങളോ ഒന്നും റോഡ് സൈഡിലൊന്നും, അതായത് ഫുഡ് വേസ്റ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും നമുക്ക് അധികം അങ്ങനെ കാണാൻ പറ്റില്ല. നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല, ചെറിയ കുട്ടി വീഡിയോസ് ചേർത്തുണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. സോ വണ്ടി നമ്മൾ സൈഡിൽ അവിടെ പാർക്ക് ചെയ്യാണ്. ബീച്ചിൻ്റെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ലൈക്ക് അവർ ഓൾറെഡി തരുന്ന സ്പേസ് ഒന്നുമല്ല, അല്ലാതെ നമുക്ക് അവിടെ ചെറിയ സ്പേസിലൊക്കെ ആയിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. ഈവനിങ് ഒക്കെ കഴിയുമ്പോൾ കുറച്ച് നല്ല റഷായിരിക്കും, ഒരുപാട് ആൾക്കാർ വരും. നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് 4:45 ടൈമിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ എൻ്റെ അടുത്ത് എന്തിനാ എത്ര നേരത്തെ കെട്ടി ഒരുങ്ങി വരാൻ പറയണേന്ന് അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായി. ബിക്കോസ് അവനാ പറഞ്ഞത് ലേറ്റ് ആകും, വേഗം ഇറങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് റെഡി ആവാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല, പെട്ടെന്ന് ഇറങ്ങിയതാണ്. സോ അവിടെ നമ്മളെത്തിയപ്പോഴത്തേക്കും ഭയങ്കര വെയിലും കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ കുറച്ച് നേരത്തെ നമ്മൾ എത്തി. എന്നിട്ട് ഞാൻ അവനോട് ഇങ്ങനെ പറയണ്ടേ, എന്തായി നീ പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ നേരത്തെ എത്തി, എന്തെങ്കിലും കാര്യം ഉണ്ടായോ എന്ന്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അധികം ക്രൗഡഡ് ആയിരുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, ഫോട്ടോ എടുത്തില്ല, കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ചായ കുടിച്ചില്ല, ബട്ട് ഫുഡ് കഴിച്ചു. അതായത് എൻ്റെ കുറച്ച് നാളത്തുള്ള ആഗ്രഹമായിരുന്നു പാനിപ്പൂരി കഴിക്കാനുള്ളത്. ആ ആഗ്രഹം ഇങ്ങോട്ട് മാറിക്കിട്ടി, ആ കഴപ്പ് ഇങ്ങോട്ട് മാറിക്കിട്ടി. ഞാൻ അവരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എരിവുള്ളത് വേണ്ട, സ്വീറ്റായിട്ടുള്ള പാനിപ്പൂരി മതിയെന്ന്. പക്ഷേ ഞാൻ കഴിച്ചതിൽ എരിവുണ്ടായിരുന്നു, പിന്നെ മധുരം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല പാനിപ്പൂരി ഇങ്ങനെയാണോ, ഇതിൻ്റെ ഫ്ലേവർ ഇങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കഴിച്ചതിൽ കുറച്ച് എരിവും സ്വീറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല എരിവുണ്ടായിരുന്നു. എനിക്ക് ഈ വീഡിയോയിൽ കാണാൻ എൻ്റെ പല വിധത്തിലുള്ള എക്സ്പ്രഷൻസ്, ഇതിന് പുറമെ ഞാൻ കണ്ടുപിടിച്ച വേറെയും രസങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ ഇതിലെൻ്റെ പല വിധത്തിലുള്ള രസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു പ്ലേറ്റിൽ അവർ ഐ തിങ്ക് 6 numbers ആണ് വെക്കുകയെന്ന്. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുള്ള ആ ഒരു 6 പാനിപ്പൂരി എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. അങ്ങനെ 6 എണ്ണം അവർ വെക്കും. ഓരോന്ന് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് അടുത്തടുത്ത് അതിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ആ ഒരു ലിക്വിഡ് സാധനം ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് നമുക്ക് തരും. എന്നിട്ട് അത് നമ്മളിങ്ങനെ ഓരോന്ന് കഴിക്കുക. അപ്പോൾ കഴിച്ച സമയത്ത് എനിക്ക് നല്ല റിയലി അമേസിങ് ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എരിവുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ എരിവുള്ളത് അധികം അങ്ങനെ കഴിക്കില്ല. ഞാൻ സ്പൈസിൻ്റെ ആളല്ല, അതുകൊണ്ട് കുറച്ച് എരിവായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഓടുമോ, അത് ഫുള്ള് കഴിക്കുമോ, എൻ്റെ പൈസ പോകുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഞാൻ എന്തോ ഭാഗ്യത്തിൽ ഫുള്ള് കഴിച്ചു. അതിന് ശേഷം അപ്പോൾ പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടായില്ല, അവന് താല്പര്യമില്ലായിരുന്നു അത് കഴിക്കാൻ, ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോബി മഞ്ചൂരിയനും ഒക്കെ വാങ്ങിച്ച്. പിന്നെ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അപ്പോന് ഞാൻ യൂഷ്വലി പറഞ്ഞില്ല ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ അങ്ങനെ വീഡിയോ കൊണ്ട് ചെല്ലുമ്പോൾ പറയും ഒന്ന് നിൽക്കുമോ, ഒന്ന് ചിരിക്കുമോ, എന്താ അങ്ങനെ ഫോട്ടോ ഒന്ന് നിൽക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയും ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ, നീ എന്തിനാ എന്നെ നിർബന്ധിക്കുക, നീ എന്തിനാ ജഡ്ജ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ജഡ്ജ് ചെയ്തൊന്നുമല്ല, ഒന്ന് ചിരിക്കുമെന്ന് ചോദിച്ചത്. പക്ഷേ വളരെ കഷ്ടപ്പെട്ട് എന്നെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുന്നൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിനുശേഷം നമ്മൾ ആനന്ദ മൂവിയിൽ എനിക്ക് ആ ഒരു വൈബ്, ലൈക്ക് ആനന്ദത്തിലെ ഒരു സോങ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. നമ്മൾ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എപ്പോൾ ബീച്ചിൽ പോയാലും എനിക്ക് ആനന്ദത്തിൽ ആ സോങ് ഓർമ്മ വരും, പയ്യെ വീശും കാറ്റിൽ നിന്നുള്ള. അപ്പോൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്ത് നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ വൈബ് ചെയ്തിരിക്കുമായിരുന്നു. ഏകദേശം ഒരു 5 മണി 5:15 ടൈമിലായിരുന്നു നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ താഴോട്ടേക്ക്, അതായത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ എൻഡ് വരെ പോയി. അപ്പോൾ എൻ്റെ വരെ പോകുന്ന സമയത്ത് ജസ്റ്റ് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പൂൻ്റെ അടുത്തൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ആ എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്ന് വരുന്നതിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെ ആയിട്ട് കാണാം, അത്ര വൃത്തിയൊന്നുമില്ല. ബീച്ചസ് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രോപ്പർ സിസ്റ്റം ഇല്ല. വേസ്റ്റൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഒരു വേസ്റ്റ് മെറ്റീരിയലോ ഇടുന്നൊരു അങ്ങനത്തെ ഒന്നും അവിടെ ഇല്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും പിന്നെ എന്തെല്ലാമോ വേസ്റ്റ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ സൺസെറ്റ് കാണാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ കുറച്ച് റെയിനി ആയതുകൊണ്ടാണോ എന്നറിയില്ല, കർമ്മേഘങ്ങളൊക്കെ മൂടി നിറഞ്ഞിട്ട് സൺസെറ്റ് അങ്ങനെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ അഗെയിൻ എൻ്റെ അപ്പൂൻ്റെ കുറേ പ്രവർത്തനങ്ങൾ, ഞങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ലാത്തതിനെ കൊണ്ട് കുറച്ച് ഇങ്ങനെ ആകാശത്തേക്കൊക്കെ നോക്കിയിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അഗെയിൻ എടുത്തു. അതിലെനിക്ക് എനിക്കിഷ്ടമായെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഇതിൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസൊക്കെ ഈ ഒരു വീടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമ്മൾ പോകുന്ന വഴിക്ക്, ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു വീട് കാണാൻ പറ്റും. ആൻഡ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. നമ്മൾ പോകാൻ നോക്കുകയാണ്, അധികം ലേറ്റ് ആയില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.